എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥേമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ശങ്കര ഭഗവത്പാദരെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ശങ്കര ഭഗവത്പാദരാണ് ഇന്ന് കാണുന്ന തരത്തിൽ നമ്മുടെ സനാതനധർമ്മത്തെ അദ്വൈതം കൊണ്ട് ശുദ്ധീകരിച്ചത് എന്നും നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ പറയണ്ടായി. നമ്മൾ കരുതുന്നത് പോലെ ഇത് വളരെ ഒരു ഈസി പ്രോസസ് ആയിരുന്നില്ല, വളരെ എളുപ്പം സാധിക്കുന്ന ഒന്നായിരുന്നില്ല. അദ്ദേഹം സഞ്ചരിച്ച വഴികൾ എന്ന് പറയുന്നത് അത്യധികം ഭീഷണികളുടെയും അദ്ദേഹത്തിൻ്റെ ജീവന് പോലും ആപത്തുണ്ടാവുന്നതും ഏറ്റവും അധികം ദുർഘടവുമായിട്ടുള്ള പാതയിലൂടെയാണ് ഭഗവത്പാദര് ഇന്ത്യ ഒട്ടാകെ സഞ്ചരിച്ചത്. എന്തിനു വേണ്ടി? ഓരോരോ ദേവതകളുടെ പേര് പറഞ്ഞ് തമ്മിൽ തല്ലുന്ന ഒറ്റ ജനതയെ ഏകീകരിക്കാൻ വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമത്തിനിടയിൽ നിരവധിയായിട്ടുള്ള ആക്രമണങ്ങൾ, അദ്ദേഹത്തിന് നേരെയുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ, ഇതൊക്കെ നേരിടേണ്ട അവസ്ഥ ഭഗവത്പാദർക്ക് വന്നിട്ടുണ്ട് എന്നാണ്. എന്നാൽ അതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവന് തന്നെ ആപത്തായിട്ടുണ്ടായിരുന്ന ഒരവസ്ഥയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ അദ്ദേഹത്തെ രക്ഷിച്ച ഒരു കഥയാണ് ഇന്നേ ദിവസം നമ്മൾ അനുസ്മരിക്കുന്നത്. ശങ്കര ഭഗവത്പാദരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യന്മാരിലൊരാളായിട്ടുള്ള പത്മപാദൻ്റെ നരസിംഹാവേശ കഥയാണ് ഇന്നേ ദിവസം നമ്മൾ അനുസ്മരിക്കുന്നത്. ആരാണ് പത്മപാദൻ? ശങ്കരാചാര്യരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു പത്മപാദൻ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ശിഷ്യന്മാരിൽ ഒരാളാണ് പത്മപാദൻ എന്നും വിശേഷിപ്പിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള പേര് സനന്ദൻ എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ യോഗശക്തി കൊണ്ട്, അദ്ദേഹത്തിൻ്റെ മന്ത്രോപാസന കൊണ്ടൊക്കെ തന്നെ അദ്ദേഹം നടക്കുന്ന വഴികളിൽ അദ്ദേഹത്തിൻ്റെ പാദം സ്പർശിക്കുന്ന സ്ഥലത്ത് താമരകൾ മുട്ടിടുമായിരുന്നു അത്രേ. അതുകൊണ്ട് അദ്ദേഹത്തിന് സിദ്ധിച്ച പേരാണ് പത്മപാദൻ. എവിടെ നടക്കുന്നോ, എവിടെ പാദം വെക്കുന്നോ, അവിടെ പത്മം തനിയെ ഉണ്ടായി വരും എന്നാണ്. അത്രയധികം വിശേഷപ്പെട്ട ഒരാളായിരുന്നു. അദ്ദേഹം ആരാധിച്ചിരുന്ന മൂർത്തി നരസിംഹസ്വാമിയായിരുന്നു. നമ്മുടെ ശരീരത്തിൽ 6 ചക്രങ്ങളുണ്ടെന്ന് നമുക്കറിയാം. ആ 6 ചക്രങ്ങളിൽ ആജ്ഞാചക്രം, ആ ആജ്ഞാചക്രത്തിൻ്റെ ആധിപത്യമുള്ള മൂർത്തിയായിട്ട് നരസിംഹത്തെ പറയാറുണ്ട്. അറിവിൻ്റെ, ജ്ഞാനത്തിൻ്റെ മൂർത്തിയാണ്. അപ്പം അദ്ദേഹം നരസിംഹോപാസകനായിരുന്നു എന്നാണ്. അദ്ദേഹത്തിന് നരസിംഹത്തിൻ്റെ ഒരു ദർശനം അല്ലെങ്കിൽ നരസിംഹസ്വാമിയുടെ ഒരു അനുഗ്രഹം കിട്ടിയ ഒരു വേടൻ്റെ കഥയൊക്കെ പറയാറുണ്ട്. അത് മറ്റൊരവസരത്തിൽ നമുക്ക് ചർച്ച ചെയ്യുകയും ചെയ്യാം. എന്തായാലും ഈ ശങ്കര ഭഗവത്പാദരുടെ കൂടെ ഊണിനും ഉറക്കത്തിലും സനന്ദൻ എന്ന് വിളിക്കപ്പെടുന്ന പത്മപാദൻ ഉണ്ടായിരുന്നു. സ്വാമിജിക്ക് നേരെ വരുന്ന പല ആക്രമണങ്ങൾക്കും എതിരെ അദ്ദേഹം ശബ്ദമുയർത്തിയിട്ടുണ്ട്, അതിനെതിരെ നേരിട്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും സ്വാമിജിക്ക് നേരെ ഉണ്ടായിട്ടുള്ളൊരു ആക്രമണം അത് കാപാലികരാണ് നടത്തിയത്. ഈ നിഗൂഢമായിട്ടുള്ള മന്ത്രവാദങ്ങൾ ചെയ്യുന്ന, ബലി ചെയ്യുന്ന, നികൃഷ്ടമായിട്ടുള്ള ആരാധന നടത്തുന്ന ആളുകൾക്ക് ഭഗവത്പാദര് ഈ അദ്വൈത സിദ്ധാന്തം കൊണ്ട് നടക്കുന്നത് അവരുടെ ധർമ്മത്തിന് വെല്ലുവിളിയാണ് എന്ന് അവർക്ക് തോന്നിയെന്നാണ്. അവരുടെ ധർമ്മത്തിന് വെല്ലുവിളിയാകുന്നത് എങ്ങനെയാണ്? യഥാർത്ഥത്തിലുള്ള സനാതനധർമ്മം എന്താണെന്ന് ആളുകൾ മനസ്സിലാക്കാൻ തുടങ്ങി ഭഗവത്പാദര് വന്നതോട് കൂടിയിട്ട്. അദ്ദേഹത്തെ വാദത്തിൽ ജയിക്കാനുള്ള അറിവ് ഇവർക്ക് ആർക്കും തന്നെ ഇല്ലായിരുന്നു താനും. അതുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ പ്രവർത്തിക്കുകയാണെങ്കിൽ തങ്ങളുടെയൊക്കെ ധർമ്മം, തങ്ങളുടെയൊക്കെ മതം ഈ ഭാരതത്തിൽ നിന്ന് ഇല്ലാതാവും എന്ന് ഭയപ്പെട്ട കാപാലികര് അദ്ദേഹത്തെ വധിക്കാൻ തന്നെ ശ്രമിച്ചു എന്നാണ്. കാപാലിക മതത്തിൽപ്പെട്ട ചില ആളുകൾ അദ്ദേഹത്തെ നേരിട്ട് ചെന്ന് അവരുടെ ക്രൂരമായിട്ടുള്ള വാളുകൊണ്ട് അവരുടെ ആരാധനാമൂർത്തികൾക്ക് ബലി കൊടുക്കാനുള്ള ശ്രമം നടത്തി എന്നുമാണ് പറയുന്നത്. അങ്ങനെ ഭഗവത്പാദരെ ഏതൊക്കെയോ തരത്തിൽ തെറ്റിദ്ധരിപ്പിച്ച് എന്തൊക്കെയോ മന്ത്രോപാസനയുടെയൊക്കെ ഭാഗമായിട്ട് ആ ഭഗവത്പാദരെ ബലി കൊടുക്കാൻ അദ്ദേഹത്തെ ഈ കാപാലികർ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ബലിത്തറയിൽ അദ്ദേഹത്തെ കിടത്തി ആ വാളുകൊണ്ട് ഉറക്കെ അദ്ദേഹത്തെ വെട്ടാനായിട്ട് ഭാവിച്ച സമയത്ത് ഒരലർച്ചയാണ് കേട്ടത് എന്നാണ്. ഈ വെട്ടാൻ ശ്രമിച്ച കാപാലികൻ പുറത്തേക്ക് തിരിഞ്ഞു നോക്കിയ സമയത്ത് അവിടെ കണ്ടത് സാക്ഷാൽ നരസിംഹസ്വാമി അവിടെ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഘോരമായിട്ടുള്ള ആ സിംഹത്തിൻ്റെ മുഖം, ആ സടാരോമങ്ങൾ, ആ തീക്കണ്ണ് പോലുള്ള കണ്ണുകൾ, അങ്ങനെ ക്രൂരമായിട്ടുള്ള നാക്ക്, ദ്രംഷ്ട, ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ കാപാലികൻ അത്യധികം ഭയന്നുപോയി. തൻ്റെ ഗുരുനാഥനെ വധിക്കാൻ ശ്രമിക്കുന്നു ഒരു കാപാലികൻ എന്ന് മനസ്സിലാക്കി സനന്ദൻ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പത്മപാദനിന് നരസിംഹത്തിൻ്റെ ആവേശം ഉണ്ടായി എന്നാണ്. നരസിംഹസ്വാമി പത്മപാദനിൽ ആവേശിച്ച് ഭഗവത്പാദരെ രക്ഷിക്കാനായിട്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. ഒരു ഉപാസകന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു കഴിവാണ് ആ ഉപാസനാമൂർത്തിയുടെ ശക്തി, ജ്ഞാനം. എന്തിന്? സാരൂപ്യം പോലും ഉണ്ടാവുന്നതാണ്. രൂപം കൊണ്ട് പോലും ഉപാസകൻ ഉപാസനാമൂർത്തിയായിട്ട് താതാത്മ്യം പ്രാപിക്കും എന്നാണ് പറയുക. അങ്ങനെ നരസിംഹസ്വാമിയെ ഉപാസിച്ച്
ആ നരസിംഹത്തിൻ്റെ രൂപം ആ ഒരു അവസരത്തിൽ പത്മപാദനിലേക്ക് കൈവന്നു ചേർന്നു എന്നാണ്. നിഷ്പ്രയാസം തൻ്റെ കയ്യിലുള്ള ഏതൊരു നഖം കൊണ്ടാണോ ഈ ലോകത്തെ മുഴുവൻ വിറപ്പിച്ചിരുന്ന ഹിരണ്യകശിപു എന്ന് വിളിക്കപ്പെടുന്ന അസുരനെ ആ നരസിംഹസ്വാമി പ്രഹ്ലാദകുമാരന് വേണ്ടിയിട്ട് പിച്ച് ചീന്തിയത്, അതുപോലെ ഈ ലോകോപകാരാർത്ഥം സഞ്ചരിക്കുന്ന സനാതനധർമ്മത്തിൻ്റെ പുഷ്ടിക്ക് വേണ്ടിയിട്ട് ജന്മം മുഴുവൻ മാറ്റിവെച്ചിട്ടുള്ള തൻ്റെ സ്വന്തം ഗുരുനാഥനായിട്ടുള്ള താൻ ഈശ്വരനെ പോലെ കാണുന്ന ആ ഭഗവത്പാദരുടെ ആ ജീവന് നേരെ ഉണ്ടായിട്ടുള്ള ഒരു ഭീഷണിയെ ഒരു നരസിംഹ ആവേശം കൊണ്ട് പത്മപാദന് മറികടന്നു. ആ ക്രൂരമായിട്ടുള്ള നഖം കൊണ്ട് ഈ കാപാലികരെ മുഴുവൻ അദ്ദേഹം പിച്ച് ചീന്തി കളഞ്ഞു എന്നാണ്. ഇപ്പൊ നോക്കൂ, ഒരു ഗുരുനാഥനോട് ഒരു ശിഷ്യനുണ്ടാവേണ്ട ഗുരുഭക്തി, അതേസമയം അധർമ്മം കാണുന്ന സമയത്ത് ആ അധർമ്മത്തിനെതിരെ പ്രതികരിക്കാൻ തൻ്റെ ഉപാസനാമൂർത്തിയെ തന്നെ തൻ്റെ ഉള്ളിലേക്ക് ആവേശിപ്പിച്ച ജ്ഞാനം, ഇത് രണ്ടും ഉണ്ടായിരുന്ന ആളായിരുന്നു പത്മപാദൻ. എത്രത്തോളം ശങ്കര ഭഗവത്പാദരെ നമ്മൾ നമസ്കരിക്കുന്നുണ്ടോ അത്രത്തോളം തന്നെ അദ്ദേഹത്തിൻ്റെ അറിവാണ് പത്മപാദനിലേക്ക് അദ്ദേഹം പകർന്നു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അവരെ തമ്മിൽ രണ്ടായിട്ട് കാണേണ്ട ആവശ്യമില്ല. പത്മപാദർ എന്ന് വിളിച്ചാലും ശങ്കര ഭഗവത്പാദർ എന്ന് വിളിച്ചാലും അവരൊക്കെ അറിവിൻ്റെ സ്വരൂപങ്ങളാണ്. ആ അറിവിലൂടെയാണ് തൻ്റെ ഉപാസനാമൂർത്തിയുടെ ആ വീര്യത അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശക്തി അതൊക്കെ സ്വന്തം ശരീരത്തിലേക്ക് സന്നിവേശിപ്പിക്കാൻ പത്മപാദന് കഴിഞ്ഞത്. അങ്ങനെ കാപാലികരിൽ നിന്ന് ശങ്കര ഭഗവത്പാദരെ പത്മപാദർ രക്ഷിച്ചു എന്നൊരു കഥ അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു പോരാറുണ്ട്. അപ്പം ഇതിന്ന് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ധർമ്മത്തെ പ്രചരിപ്പിക്കുന്ന, നമ്മുടെ ധർമ്മത്തെ ആളുകളിലേക്ക് എത്തിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ധർമ്മം എന്താണ് എന്ന് പുതിയ കാലഘട്ടത്തിൽ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്ന നിരവധി ഗുരുക്കന്മാർക്ക് നേരെയും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇന്നും കാപാലികരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട്. അതിനെതിരെ പ്രതികരിക്കാൻ നാം ഓരോരുത്തരും അവരുടെ ശിഷ്യന്മാരായിട്ടുള്ള പത്മപാദന്മാരായിട്ട് മാറേണ്ടിയിരിക്കുന്നു. ഒരു നരസിംഹാവേശം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അത് അക്രമത്തിന് വേണ്ടിയിട്ടാണെന്നല്ല ഞാൻ പറയുന്നത്, അറിവിലൂടെ, ജ്ഞാനത്തിലൂടെ. ആ ഉപാസനാമൂർത്തിയായിട്ടുള്ള നരസിംഹസ്വാമിയുടെ കഴിവ് എങ്ങനെയാണോ പത്മപാദന് കിട്ടിയത്, അതുപോലെ ധർമ്മത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, ധർമ്മപ്രചാരകരുടെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പത്മപാദനാവാൻ സാധിക്കട്ടെ എന്ന് ആ ഭഗവത്പാദരോടും പത്മപാദസ്വാമിയോടും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അധ്യായത്തിൽ നിന്ന് തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു. ഭഗവത്പാദരുടെ മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.